അപ്പോഴേ ഇന്ന് ഞാനൊരു പായസം വയ്ക്കാനായിട്ട് പോവുകയാണേ. ഇത് കടയിൽ നിന്ന് മേടിച്ച റെഡിമെയ്ഡ് വെർമിസെല്ലിയാണ്, റോസ്റ്റഡാണ്. അപ്പോൾ ഇത് വെച്ചിട്ട് ഞാനൊരു പായസം ഉണ്ടാക്കുകയാണ്. അപ്പോൾ ഞാൻ അതിനായിട്ട് കുറച്ച് നെയ്യിട്ടിട്ട് ഞാൻ അതൊന്ന് ഫ്രൈ ചെയ്തെടുത്തിട്ടുണ്ട്. ഓൾറെഡി അത് റോസ്റ്റഡ് ആയിട്ടാണ് ഇരുന്നത്. അപ്പോൾ ഞാനതൊന്ന് നെയ്ക്കകത്തിട്ടൊന്ന് ഫ്രൈ ചെയ്തെടുത്തിട്ടുണ്ട്. കുറച്ചേ ഉണ്ടാക്കുന്നുള്ളൂ, അതാണ് കുറച്ചെടുത്തേക്കുന്നത്. അത് കഴിഞ്ഞതിന് ശേഷം ഞാൻ കുറച്ച് ശർക്കര എടുത്തിട്ട് പാനിയാക്കിയിട്ടുണ്ട്. അപ്പോൾ ഇത് നമുക്ക് അരിച്ചെടുക്കാം. അപ്പോൾ ഞാൻ ശർക്കര ഉരുക്കിയത് ഞാനൊരു പാത്രത്തിലേക്ക് ഇട്ട് അരിച്ചെടുത്തിട്ടുണ്ട്. അതപ്പോൾ ഇതിലേക്ക് ഇട്ട് കൊടുക്കുകയാണ്. അത് കഴിഞ്ഞിട്ട് നമ്മൾ ഈ ഫ്രൈ ചെയ്ത് വെച്ചിരിക്കുന്ന വെർമിസെല്ലി നമുക്കിതിലേക്ക് ഇട്ട് കൊടുക്കാം. അതിരുന്ന് തിളയ്ക്കട്ടെ. ഇത് എളുപ്പമെന്നാകുമേ, കാരണം ചെറുതല്ലേ, നമ്മുടെ സേമിയയുടെ ഇതല്ലേ, അത് കാരണം ഇത് എളുപ്പമെന്നാകും. അധികം സമയമൊന്നും വേണ്ട. അപ്പോൾ അതിന് വേണ്ടിയിട്ടുള്ള തേങ്ങാപ്പാൽ നമുക്കെടുക്കാം. അപ്പോൾ നമ്മളുടെ ഈ സേമിയ ഒരുവിധം വെന്ത് വന്നിട്ടുണ്ട്. അപ്പം ഞാൻ അതിലേക്ക് നമ്മളുടെ തേങ്ങാപ്പാലിൻ്റെ 2ാം പാൽ ഒഴിച്ച് കൊടുക്കുവാണ്. അപ്പോൾ അതിൽ കിടന്ന് ഒന്നുകൂടെ വേകും. അപ്പോൾ അത് വെന്ത് കഴിയുമ്പോൾ നമുക്ക് ആദ്യത്തെ പാൽ ഒഴിച്ച് കൊടുക്കാം. ഓൾറെഡി ഇതിപ്പോൾ ഒരുമാതിരി വെന്ത് കഴിഞ്ഞതാണ്, ഇതിനധികം വേഗില്ല. അത് കാരണം ജസ്റ്റ് ഒന്ന് അതുമായിട്ടൊന്ന് തിളച്ചാൽ മതി. അതിലേക്ക് ഞാൻ ഈ ഇല ഇട്ട് കൊടുക്കുന്നുണ്ട്. ഇവിടെ ഈ ഉണങ്ങിയ ഇലയാണ്, നാട്ടിൽ നിന്ന് കൊണ്ടുവന്നതാണ്. അപ്പം അത് ഞാൻ ഉണക്കി ഫ്രിഡ്ജിൽ വെച്ചിരുന്നതാണ്. അതിങ്ങനെ പായസമൊക്കെ വെക്കുമ്പോൾ ഞാൻ ഇടാറുണ്ട്. അപ്പം ഞാൻ അതിലേക്ക് ഇട്ട് കൊടുക്കുകയാണ്. അപ്പോൾ അത് നന്നായിട്ട് തിളച്ച് വന്നിട്ടുണ്ട്. അപ്പം നമുക്ക് ഗ്യാസിൻ്റെ ഫ്ലെയിം നമുക്കൊന്ന് കുറച്ച് കൊടുക്കാം. അപ്പോൾ ഞാൻ അതിലേക്ക് നമ്മുടെ 1ാം പാലങ്ങ അങ്ങോട്ട് ഒഴിച്ച് കൊടുക്കുവാണ്. നന്നായിട്ട് വെന്തിട്ടുണ്ട്. 1ാം പാലങ്ങോട്ട് ഒഴിച്ച് കൊടുക്കുന്നു. അതിനൊപ്പം തന്നെ നമുക്ക് അതിൽ കുറച്ച് ഏലക്കാപ്പൊടി ചേർത്ത് കൊടുക്കണം. അതുകൂടാതെ കുറച്ച് ജീരകവും ചുക്കും കൂടി പൊടിച്ചത്, ഏലക്കാപ്പൊടി ഇട്ടു, ചുക്കും ജീരകവും കൂടെ പൊടിച്ചതാണ് ഇട്ട് കൊടുക്കുന്നത്. അതും കൂടെ ഇട്ട് കൊടുക്കണം. എന്നിട്ടിത് നന്നായിട്ട് മിക്സ് ചെയ്ത് നന്നായിട്ട് ഇളക്കി കൊടുക്കണം. നന്നായിട്ട് ഇളക്കിക്കൊണ്ടേ ഇരിക്കണം, അല്ലെങ്കിൽ അത് കേടാകും കേട്ടോ. അപ്പോൾ ഇത് നന്നായിട്ട് ചൂടായിട്ടുണ്ട്. ഞാനപ്പോൾ അത് വേറെ സ്റ്റൗവിലോട്ട് മാറ്റുകയാണ്. കാരണം നമുക്കിതിലേക്ക് കുറച്ച് തേങ്ങ ഫ്രൈ ചെയ്തിടണേ. അപ്പോൾ ഞാൻ അതിലേക്ക് മാറ്റുക. അപ്പോൾ ഞാൻ തേങ്ങ ഇട്ട് കൊടുത്തിട്ടുണ്ട്. കുറച്ച് നെയ്യ് നമുക്കതിലേക്ക് ഇട്ട് കൊടുക്കും. ഇതിൽ കുറച്ച് മുന്തിരിങ്ങയൊക്കെ ഇട്ട് കൊടുക്കുന്നത് നല്ലതാണ്. എൻ്റെ കയ്യിൽ ഇപ്പം മുന്തിരിങ്ങ ഇല്ലായിരുന്നു. പായസം വയ്ക്കാനുള്ള ഒരു പ്ലാനിങ്ങിലൊന്നും അല്ലായിരുന്നേ. അപ്പോൾ നമ്മളുടെ തേങ്ങ ഫ്രൈ ആയിട്ടുണ്ട്. ഞാൻ അതിലേക്ക് ഇട്ട് കൊടുക്കുവാണ്. അപ്പോൾ ഇതിലേക്ക് ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇതാണ് നമ്മുടെ പായസം റെഡി ആയിട്ടുണ്ട്. അപ്പോൾ അതൊന്ന് ചെറിയ രീതിയിലൊന്ന് തണുത്തതിന് ശേഷം പഴം ഇട്ട് കഴിക്കാനാണ്. എളുപ്പത്തിലൊരു പായസം. അപ്പം നമ്മുടെ പായസത്തിൻ്റെ ചൂടൊക്കെ കുറഞ്ഞിട്ടുണ്ട്. ഞാൻ ഈ പാത്രത്തിലേക്ക് കുറച്ച് ഒഴിക്കുവാണ്. ഇതിൻ്റെ കൂട്ടത്തിൽ പപ്പടവും പഴവും മിക്സ് ചെയ്ത് കഴിക്കാനായിട്ടാണ്. നിങ്ങൾ ആരെങ്കിലും ഇങ്ങനെ കഴിച്ചിട്ടുണ്ടോ? അപ്പം ഞാൻ അതിലേക്ക് ഒരു പഴം
ഇട്ട് മിക്സ് ചെയ്യാനായിട്ട് പോവുകയാണ്. ആ പഴത്തിനൊപ്പം തന്നെ പപ്പടവുമുണ്ട്. ഇത് നമ്മുടെ നാട്ടിൽ കിട്ടുന്ന പപ്പടമല്ല. അപ്പം ഞാൻ ഈ പഴം ഇങ്ങനെ ഇതിലേക്ക് സ്മാഷ് ചെയ്തിടുവേ. എന്നിട്ട് നമ്മുടെ പപ്പടം കൂടെ പൊട്ടിച്ച് അതിലേക്ക് ഇട്ടിട്ടാണ് കഴിക്കുന്നത്. ഇങ്ങനെയൊന്ന് കഴിച്ചു നോക്കണേ, അടിപൊളി ടേസ്റ്റാണ്.